രാഷ്ട്രീയ എതിരാളികൾ ബി.ജെ.പി. നേതാക്കളെ വേട്ടയാടുകയാണ്, കൊന്നൊടുക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പലയിടങ്ങളിലും പ്രസംഗങ്ങൾക്ക് ചെല്ലുമ്പോൾ എടുത്തുപയോഗിക്കുന്നത്. മധ്യപ്രദേശിൽ ബി.ജെ.പി. നേതാക്കളെ ഇതാ കോൺഗ്രസ്സുകാർ അധികാരത്തിലെത്തിയ ഉടനെ കൊന്നൊടുക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ച് 2 ദിവസം കഴിയും മുമ്പ് ആ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ബി.ജെ.പി. നേതാക്കൾ തന്നെയാണെന്നും അവരെ അറസ്റ്റ് ചെയ്യുന്ന സംഭവ വികാസവും ഉണ്ടായി. അതോടെ മിണ്ടാതിരുന്നു. പശ്ചിമ ബംഗാളിൽ ചെന്ന് ബി.ജെ.പി. നേതാക്കൾ ഓരോ മിനിറ്റിലും അലമുറയിടുന്നത് ഇവിടെ ഇതാ ബി.ജെ.പിക്കാരെ അടിച്ചൊതുക്കുകയാണ് മമതാ ബാനർജിയുടെ ക്രൂരമായ രാഷ്ട്രീയ മുറകളാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയാണ്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചതെന്താ? തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA സത്യജിത് ബിശ്വാസിനെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ അടുത്തു ചെന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് വെടിവെച്ച് കൊന്നത് ബി.ജെ.പി. ആണ് എന്ന് തൃണമൂൽ ആരോപിച്ചപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന 1-ാം നമ്പർ ആളാരാ? മുകുൾ റോയ്. പഴയ തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്, റെയിൽവേ മന്ത്രിയാണ്. ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ CBI കാണിച്ച് വിരട്ടാൻ തുടങ്ങിയപ്പോൾ നേരെ മുകുൾ റോയ് ബി.ജെ.പി. പാളയത്തിലേക്ക് പോയി. അതോടെ വിശുദ്ധനായി മാറി. അതുവരെ കുറ്റവാളിയായിരുന്ന മുകുൾ റോയ് പിന്നീടങ്ങ് വിശുദ്ധനായി മാറി. ബി.ജെ.പിയുടെ പശ്ചിമ ബംഗാളിലെ ഓപ്പറേഷന് ചുക്കാൻ പിടിക്കുന്ന മുകുൾ റോയിയാണ് സത്യജിത് ബിശ്വാസിനെ കൊല ചെയ്യുന്നതിനുള്ള ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകിയത് എന്ന നിലയിലാണ് ഇപ്പോൾ FIR തയ്യാറാക്കിയിരിക്കുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്തു. മറ്റൊരാളെയും കൂടി ഉൾപ്പെടുത്തി 4 പേരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവിടെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അക്രമ രാഷ്ട്രീയത്തിൻ്റെ വഴികളിലേക്ക്, എതിരാളികളെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് ബി.ജെ.പി. തന്നെ പലയിടങ്ങളിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാരനെ കൊന്നിട്ട് അത് മറ്റുള്ളവൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ബി.ജെ.പിയുടെ ബംഗാളിലെ ഓപ്പറേഷന് ചുക്കാൻ പിടിക്കുന്ന മുകുൾ റോയ് തന്നെ നേരിട്ട് ഒരു MLAയുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിക്കുന്നതും ഈ പ്രവൃത്തിയും തമ്മിൽ എന്താ ബന്ധം? അത്ഭുതപ്പെടുന്നില്ല ഞങ്ങൾ. കാരണം പശുവിനെ സംരക്ഷിക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്തുള്ളൂ എന്ന് പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളുള്ള ആ പാർട്ടിക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാകാൻ കഴിയും? അധികാരം പിടിക്കാൻ നിങ്ങൾ മമതാ ബാനർജി അവിടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അക്രമങ്ങളെ കുറ്റപ്പെടുത്തുന്ന അതേ അവസ്ഥയിൽ തന്നെ മറുവശത്ത് നിങ്ങൾ അതിനേക്കാൾ ഭീകരമായ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ എങ്ങനെയാണ് അത് തമ്മിൽ തുലനം ചെയ്യാനാവുക? അവിടെയാണ് നിങ്ങൾ ആരോപിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും നിങ്ങളുടെ സ്വന്തം ബി.ജെ.പിയും തമ്മിൽ ബംഗാളിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്.